ബലാത്സംഗ കേസിൽ റാപ്പർ വേടന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയച്ചു. തുടർച്ചയായി 2 ദിവസം നടത്തിയ ചോദ്യം ചെയ്യലിന് ശേഷമാണ് വേടന്റെ അറസ്റ്റ് തൃക്കാക്കര പോലീസ് രേഖപ്പെടുത്തിയത്. അന്വേഷണത്തോട് സഹകരിക്കുമെന്നും സമയം വരുമ്പോൾ എല്ലാം വിശദമാക്കാമെന്നും വേടൻ പറഞ്ഞു. അതിനിടെ വേടനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്താക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് 2 പേർ ലഹരി ഉപയോഗിച്ച് നടത്തിയ പ്രകടനം ശ്രദ്ധേയമാവുകയും ചെയ്തു. തുടർച്ചയായ 2ാം ദിവസമാണ് വേടനെ പോലീസ് ചോദ്യം ചെയ്തത്. ഡിജിറ്റൽ തെളിവുകളടക്കം നിരത്തി തൃക്കാക്കര SHOയുടെ നേതൃത്വത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ. മണിക്കൂറുകളോളം നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷമാണ് വേടന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയത്. ഹൈക്കോടതിയുടെ മുൻകൂർ ജാമ്യമുള്ളതിനാൽ ആലുവയിലെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം വേടനെ ജാമ്യത്തിൽ വിട്ടയച്ചു. കേസിൽ ഗൂഢാലോചനയുണ്ടോ എന്ന ചോദ്യത്തിന് പിന്നീടെല്ലാം പറയാമെന്നായിരുന്നു വേടന്റെ മറുപടി. 2ാമത്തെ കേസിലും സഹകരിക്കുമെന്നും പരിപാടികൾ സജീവമാകുമെന്നും വേടൻ വ്യക്തമാക്കി. കേസിനെ കുറിച്ചൊന്നും പ്രത്യേകിച്ച് സംസാരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. കോടതിയുടെ ഇതിലുള്ള കേസല്ലേ, എനിക്ക് നല്ല വിശ്വാസമുണ്ട്, കുഴപ്പമൊന്നുമില്ല, നിങ്ങളാരും പേടിക്കേണ്ടിരിക്കും. ഞാൻ എല്ലാം പറയും. എനിക്കൊരു സമയം കിട്ടട്ടെ, ഞാനൊന്ന് ഫ്രീ ആവട്ടെ, ഈ തിരക്കൊക്കെ ഒന്ന് കഴിയട്ടെ, ഞാൻ ഫ്രീ ആവട്ടെ, എന്നിട്ട് ഞാൻ എല്ലാം പറയും. എവിടെ പോകാനാണ്? വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന കേസിലാണ് വേടന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയത്. 2021 മുതൽ 2023 വരെ വിവിധ സ്ഥലങ്ങളിൽ എത്തിച്ച് പീഡിപ്പിച്ചുവെന്നാണ് വേടനെതിരായ പരാതി. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.